അവളുടെ ഒരു യന്ത്രം. സമയം പോകുന്നല്ലോ, എവിടെ പോയി കിടക്കുന്നു? അച്ഛൻ ഒന്ന് പേടിക്കാതിരിക്കും, അതൊക്കെ ഒരു വിശ്വാസം, അത്രയല്ലേ ഉള്ളൂ. എടാ മോനെ, വിശ്വാസത്തിലും കാര്യമുണ്ട് മോനെ. സമയത്തിന് ഇറങ്ങുന്നത് എനിക്കൊന്ന് കാണണം. ഈ യാത്ര കോളമാക്കിയിട്ട് ഞാൻ അടങ്ങും. സുസ്മിതേ, സുസ്മിതേ, നീ ഇവിടെ എന്ത് ചെയ്യുവാ? ഞാനൊന്ന് പ്രാർത്ഥിക്കാൻ പോയതാ പൂജാമുറിയില്. ഇവിടെയാണോ പൂജാമുറി? അല്ല, ഞാനിതുവഴി പോയപ്പോ വെറുതെ. ആദ്യം നീ നിന്റെ മനസ്സ് നന്നാവാൻ പ്രാർത്ഥിക്ക്. അങ്ങോട്ട് ചെന്നേ, അവിടെ അവരെല്ലാരും യാത്രയ്ക്ക് ഒരുങ്ങി നിൽക്കുക. ഞാൻ വന്നോളാം. വേഗം വരണം. ഓ, ഈ തള്ള എന്നെ കൊണ്ടേ പോകുന്ന എനിക്ക് തോന്നുന്നു. സുസ്മിതേ, രാഹുലമായി. രാഘവേട്ട ഇനി അതും പറഞ്ഞ് അവളെ വിഷമിപ്പിക്കണ്ട. അവൾ അറിഞ്ഞോണ്ട് ചെയ്തല്ലോ. എന്നാ പിന്നെ രാഹുകാലം കഴിഞ്ഞിറങ്ങിയാ പോരെ? അയ്യോ ശാരദമ്മ, അത് പറ്റില്ല. അത് 1.5 മണിക്കൂറെങ്കിലും എടുക്കില്ലേ? ഇപ്പോഴാകുമ്പോ റോഡില് ട്രാഫിക് കുറവാ, അപ്പൊ മിന്നിച്ചങ്ങ് പോവാം. മിന്നിച്ച് അങ്ങനെ അങ്ങ് പോകുന്നു വേണ്ട, കുറച്ച് സാവകാശം പോയാ മതി കേട്ടോ. മെല്ലെ. സുസ്മിത എത്തിയല്ലോ, നമുക്കിറങ്ങിയാലോ? എന്നാ പിന്നെ താമസിക്കണ്ട, ഇറങ്ങാം. പിള്ളേ, ആ ബാഗ് എടുത്തോ? എല്ലാം എപ്പോഴേ എടുത്തു വെച്ചു സാർ. അച്ഛാ, പോയിട്ടാ മോളെ, സന്തോഷമായിട്ട് പോയിട്ടാ. പോയിട്ട് വരുമ്പോ ഈ പ്രതിഷ്ഠ ഇവിടെ ഇല്ലാതിരുന്നാ മതിയായിരുന്നു. പോയിട്ട് പാട്ടോ. ഈ യാത്രയുടെ എല്ലാ ദോഷങ്ങളും മാറും ഭാവയ്ക്കും. അമ്മേ, ഞാൻ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. നീ പേടിക്കണ്ട മോളെ, നീ ഇങ്ങ് തിരിച്ചു വന്ന ശേഷേ അമ്മ ഇവിടുന്ന് പോകൂ. രാഘവേട്ടന് സത്യാമ്മയ്ക്ക് ഒരു കുറവും ഉണ്ടാവില്ല. മോനെ, സൂക്ഷിച്ചോളണേ. അച്ഛൻ കാവലുണ്ടാവും അമ്മേ. രാത്രി സമയത്ത് മോളെ മഞ്ഞത്തൊന്നും ഇറക്കരുത്. നല്ല തണുപ്പാ പഞ്ചകൈലാസത്തില്. വെള്ളം ചൂടാക്കിയേ കുളിപ്പിക്കാവൂ. ശരി അമ്മേ. ഒക്കെ നോക്കാൻ നീ ഉണ്ടെന്ന് എനിക്കറിയാം. എന്നാലും ഒന്ന് ഓർമ്മിപ്പിക്കുക, കൂടെ ഉണ്ടാവണം ഇവരുടെ പ്രീതിയുടെ. ഞാനുണ്ട് സത്യാമ്മേ. പതുക്കെ പതുക്കെ കേട്ടോ, പതുക്കെ പതുക്കെ. സമയം ഉണർത്തല്ലേ? എന്റെ അമ്മ, അതൊക്കെ അവര് നോക്കിക്കോളും. സമയമില്ല, പോവാറായിന്ന്. പോവാം, വാ 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 വാ, ഇറങ്ങ്. സമയമില്ല ഇത്. പോട്ടാമ്മ, അല്ല പോവാച്ചാ. ചെല്ല് ചെല്ല്. പിടിച്ചേട്ടാ. ശരി കുഞ്ഞെ, വാ വാ വാ, പോവാം പോവാം, സമയമില്ല. വാ, പെട്ടെന്ന് കൊണ്ട് ആകേട്ട് വാ. രാഘവേട്ട, ഞാനിവരെ അങ്ങോട്ട്. എന്റെ ഭഗവാനെ, കുട്ടിയൊക്കെ നല്ല വരുത്തണേ. അപ്പൊ എങ്ങനെ രോഹിത്? അർജുൻ, നമുക്ക് നെടുമങ്ങോട്ട് റൂട്ടിൽ പോവാ അല്ലേ? എടോ, ഞാൻ വണ്ടി എടുക്കാം. മോനെ വിഷ്ണു, എന്നാ പിന്നെ വിഷ്ണു ഓടി. പറഞ്ഞത് ഓർത്തോണേ. പേടിക്കണ്ട, ഓവർ സ്പീഡൊന്നും പോവില്ല.
അപ്പൊ പൊളിച്ചങ്ങ് പോവാ. ആ, മോളെ നീ കേറ്. പുറകെ കയറാം. പുറകിലാവുമ്പോ അവന്റെ ശല്യം ഉണ്ടാവില്ലല്ലോ. അല്ല അവിടെയാണോ മോളെ? നിങ്ങള് പെൺകുട്ടികൾ ഒരുമിച്ചിരിക്കേ? ഞാൻ ഇവിടെ ഇരുന്നോളാം ഭാമേണ്ടി. അല്ല, സത്യാമ്മയ്ക്ക് മനസ്സിലായില്ലേ? ഇതൊരു വിനോദയാത്ര കൂടിയല്ലേ. അവര് ഭാര്യ ഭർത്താക്കന്മാര് ഒരുമിച്ചിരിക്കട്ടെ. ഓ അങ്ങനെ. വേണ്ട, ഞാൻ ഫ്രണ്ടിൽ ഇരുന്നോളാം. വേണ്ട വേണ്ട, നീ അവിടെ തന്നെ ഇരുന്നാ മതി. രോഹിത്തെ, നീയും കൂടി ചെന്ന് അവളുടെ കൂടെ ഇരിക്കും. പെട്ടു. ചെല്ലു രോഹിത്തെ. പ്രീതി കേറ്. എന്താ ആലോചിച്ച് നിൽക്കുന്നേ? എല്ലാവരും കേറ്. പതുക്കെ. അയ്യോ അർജുനേട്ടാ, ഞാൻ ഇരിക്കായിരുന്നല്ലോ പ്രീതിയുടെ കൂടെ. അതെ, ഇവിടെ ഇരിക്കാൻ ഞാനുണ്ട്. ശാലിനി തൽക്കാലം ഇതോ അവിടെ വിഷ്ണുവിന്റെ കൂടെ ഇരുന്നാ മതി. നിന്ന് ചമ്മാതങ്ങ് കേറിക്കോ. അതെ, ചമ്മണ്ട, പോയി കയറിക്കോ. ഇങ്ങോട്ട് കേറിക്കോളൂ. മോളെ ഒന്ന് കാട്ടിക്ക്. ഓ പോയി മിടിക്കായിട്ട് വാട്ടോ. അപ്പൊ അമ്മ പോയിട്ട് വരാം. നോക്കണേ. ശരി അമ്മേ. ശാരദമ്മ. ശരി, പോവാം. ആ സത്യാമ്മേ, സത്യാമ്മ സമാധാനിക്ക്. ആർക്കും ഒരേ അബദ്ധം ഉണ്ടാവില്ല. സിദ്ധൻ ജപിച്ചു കൊടുത്ത യന്ത്രം ഉണ്ടല്ലോ അവർക്കൊപ്പം. അതെ, ഇതെന്താണിത്? ഇതെന്താണ് ഈ കാറിന്റെ ഉള്ളിൽ ഇങ്ങനെ മൂകത? അമ്മ നമ്മുടെ 3 കപ്പിൾസിനെ പഞ്ചകൈലാസത്തിൽ വിടുന്നതേ ശിവക്ഷേത്രത്തിൽ യന്ത്രം സ്ഥാപിക്കാൻ വേണ്ടി മാത്രമല്ല. തുടങ്ങി. 3 കൂട്ടർക്ക് ഒരു ഹണിമൂൺ ട്രിപ്പ് കൂടി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് തന്നെയാ. ദൈവത്തെ കൈ വയ്ക്കരുതിട്ടോ, എന്റെ കൺട്രോളൂ. വിഷ്ണുട്ടോ, ഈ വിഷ്ണുട്ടിന് ഒരു നാണമില്ല. ഞാൻ കാർ ഓടിക്കണ കാര്യം ഇഷ്ട പറഞ്ഞത്. ആദ്യം ഇയാളുടെ മനസ്സ് നന്നാക്ക് കേട്ടാ. എന്താ വിഷ്ണുട്ടോ? ആ
ഇങ്ങനെ വേണം പോവാൻ. എല്ലാരും നല്ല ഹാപ്പി ആയിട്ടിരിക്കണം. വിഷ്ണു എന്ത് ഹാപ്പി? ഇവിടെ ഒരാൾ ഇരിക്കുന്നത് കണ്ട ആരോ മരിച്ചെന്ന് തോന്നും. പ്രീതിയാ? എന്താ പ്രീതി? ആ സിദ്ധം പറഞ്ഞത് മനസ്സിൽ നിന്ന് പോകുന്നില്ല ശാലിനി. മരിക്കാൻ എനിക്ക് ഭയം ഉണ്ടായിട്ടല്ല, കുഞ്ഞും അർജുനേട്ടനും ഒറ്റയ്ക്കാവുമെന്ന് വിചാരിച്ച. കണ്ടില്ലേ, ആ സിദ്ധം വന്നിട്ട് പോയതിനു ശേഷം ഇത് തന്നെയാണ് പല്ലവി. ഇന്നലെ രാത്രി സ്വപ്നം കണ്ട് പേടിച്ചും കരച്ചിലൊക്കെ ആയിട്ട് എന്നെ പോലും ഉറക്കിയിട്ടില്ല. എന്താ പ്രീതി, മോളുടെ ജാതക ദോഷത്തിനുള്ള പരിഹാരം സിദ്ധൻ തന്നെ പറഞ്ഞില്ലേ? പഞ്ചകൈലാസത്തിലെ ശിവക്ഷേത്രത്തിൽ സിദ്ധൻ ജപിച്ചു തന്ന യന്ത്രം സ്ഥാപിക്കുന്നതോടെ ദോഷങ്ങളെല്ലാം മാറും. അതിന് സിദ്ധൻ തന്ന യന്ത്രം എവിടെയാടി? ദോഷമുണ്ടെങ്കിൽ പരിഹാരം ചെയ്യുന്നതോടെ അതൊക്കെ തീർന്നു. അസുഖം വന്ന ചികിത്സിച്ച് ഭേദമാക്കുന്നത് പോലെയുള്ളൂ ഇതും. പോയ അസുഖത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് പിന്നെ ആദ്യം പിടിക്കേണ്ട എന്തേലും കാര്യമുണ്ടോ? ഉള്ളത് പറഞ്ഞ സിദ്ധം പറഞ്ഞതിൽ എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. അപ്പോഴാ അർജുൻ എണ്ണൊന്ന് ചുമ്മാ ഇരുന്നേ. പ്രീതിക്ക് ഞാൻ പറയുന്ന വിശ്വാസമില്ലേ? മോളെ കണ്ടില്ലേ അമ്മയുടെ പിടിവാശി? ചിരിക്കില്ലാന്ന്. നീ തന്നെ അമ്മയോട് പറ ഹാപ്പി ആയിട്ടിരിക്കാൻ. കണ്ടോ, അവക്കറിയാം അമ്മ എങ്ങനെ കൈകാര്യം ചെയ്യണോന്ന്. പ്രീതി, നീ സൂക്ഷിച്ചോട്ടാ അവളെ. എന്താണ് പിന്നീന്ന് കമന്റ്സ് ഒന്നും കേൾക്കുന്നില്ല? കപ്പിൾസ് എന്താണ്, ഹാപ്പി അല്ലേ രോഹിത്തെ? ഹാപ്പി ബ്രോ. ആ, അത് കേട്ടാ മതി. നിന്റെ അവസാനത്തെ ചിരിയായിരിക്കൂടാ ഇത്. പഞ്ചകൈലാസത്തിന് സുസ്മിത തിരിച്ചു പോരുമ്പോ നിന്നെ ചുമന്നിറക്കിപ്പിക്കും ഞാൻ. എന്റെ ഭഗവാനെ, ഈ ഒരു യാത്ര കൊണ്ട് പ്രീതിയുടെ ജാതകദോഷവും പ്രശ്നങ്ങളും എല്ലാം മാറ്റിക്കൊടുക്കണേ. ഇനിയിപ്പോ പോണോ മോളെ? ഇതേപോലെ എന്റെ ദേഹത്ത് പല്ലി വീണൊരു ദിവസം നിങ്ങളുടെ അച്ഛൻ നിങ്ങളെ ഉപേക്ഷിച്ചു പോയത്.
അയ്യോ, വിളക്ക്! ഭഗവാനെ, മൊത്തം ദുശകനങ്ങളാണല്ലോ. ഒരു ചെറു കാറ്റ് പോലും ഇല്ലാതെ വിളക്കണഞ്ഞല്ലോ. എന്റെ കുഞ്ഞുങ്ങളെ കാത്തോളണേ. അമ്മയാണല്ലോ. ആ എടുക്ക്. ആ അമ്മേ. മക്കളെ, നിങ്ങൾ എവിടെയാ? ഞങ്ങള് കാറില്. കുറച്ചു മുമ്പ് അവിടെ നിന്ന് ഇറങ്ങിയല്ലേ ഉള്ളൂ. അല്ല, വിഷ്ണുമോനല്ലേ കാർ ഓടിക്കുന്നേ? അതെ അമ്മ. മോനോട് പറയണേ അധികം സ്പീഡൊന്നും വേണ്ടെന്ന്. അധികം സ്പീഡൊന്നും ഇല്ല അമ്മ. പതുക്കെ പതുക്കെ നിയന്ത്രിക്കാനേ ഞാൻ ഫ്രണ്ടിൽ തന്നെ ഇരിപ്പുണ്ട്. 60-ന് മുകളിൽ പോയാ അപ്പൊ ഞാൻ പിച്ചു വെച്ചു കൊടുക്കും. കൺട്രോളും കൺട്രോളും. പിന്നെ വേറെന്താ? വേറൊന്നുമില്ല മോളെ. നിങ്ങള് പഞ്ചകൈലാസത്തിലെ ശിവക്ഷേത്രത്തിലെത്തി യന്ത്രം സ്ഥാപിച്ചിട്ട് എന്നെ വിളിക്കണേ. ആ അമ്മ വിളിക്കാം. എന്നാ വെക്കട്ടെ. ശരി. ദേവി, ഞാൻ കുഞ്ഞുങ്ങളോട് എങ്ങനെ പറയും ഇക്കാര്യം? എന്റെ ദൈവമേ, ഇതെവിടെ? രാഘവൻ നായരുടെയും സത്യഭാമയുടെയും മകൾ പ്രീതി, അവളുടെ കൂടെ സഞ്ചരിക്കുകയാണ് മരണം. പരിഹാരമായി ഞാൻ ജപിച്ചു നൽകുന്ന യന്ത്രം പഞ്ചകൈലാസത്തിലെ ശിവക്ഷേത്രത്തിൽ സ്ഥാപിക്കുക. പൗർണമി രാവിൽ യന്ത്രം ശിവഭഗവാന്റെ സവിധത്തിൽ ഉണ്ടാവണം. ശിശുസമേതം പിറ്റേന്ന് കുട്ടി മധ്യാഹ്ന പൂജ തൊഴുതാൽ ദോഷമുക്തിയായി. ഇത് സിദ്ധൻ ജപിച്ചെന്ന യന്ത്രമല്ലേ ഭഗവാനെ? പൂജാമുറിന്നേ സിദ്ധൻ ജപിച്ചെന്ന യന്ത്രം എടുത്തായിരുന്നോ? ഞാനിപ്പോ എടുക്കാം. എടുത്തോ മോളെ? എടുത്തോ. അപ്പൊ ശാലിനി എന്താ ദൈവമേ എടുത്തോണ്ട് പോയത്?
ചതിച്ചല്ലോ ദൈവമേ. അയ്യോ, ദൈവമേ കാത്തോളണേ. എന്റെ കുഞ്ഞുങ്ങളിൽ ആർക്കും ഒരാപത്തും വരുത്തല്ലേ ഭഗവാനെ. ഇനി ഒരു ജീവൻ നിനക്ക് കൂടിയേ കഴിയുന്നുണ്ടെങ്കിൽ ഈ ശാരദയുടെ ജീവൻ അങ്ങെടുത്തു. എവിടെ നോക്കണം? ഈശ്വര, എന്റെ നല്ല ജീവൻ അങ്ങ് പോയി. മൂക്കൊന്നും പറ്റില്ലല്ലോ. ഇല്ല. അയ്യോ, ആ യന്ത്രം മാറ്റി വെച്ചിട്ട് പ്രീതിയോടൊപ്പം ഈ കാറിൽ കയറിയത് മണ്ടത്തരമായി. ഛേ, പ്രീതിക്ക് കാലനിട്ട് ആദ്യത്തെ കുരുക്കിന്ന തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത്. എന്തെങ്കിലും അപകടം ഇനിയും ഉണ്ടെങ്കിൽ എന്നെയും വിഷ്ണുവേട്ടനെ ഒന്ന് ഒഴിവാക്കി തരണേ ദൈവമേ, പ്ലീസ്. എല്ലാരും ഓക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. വിഷ്ണു സൂക്ഷിച്ചു പോണേ. ആദ്യം അമ്പലത്തിലെത്തി യന്ത്രം സ്ഥാപിക്കാം, അതോടെ ദോഷങ്ങളെല്ലാം ഒഴിയും.